മക്കളെ, ഇന്ന് 20 ഡേയ്സ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ മാത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ എന്ന മാത്ര, ഈ എന്ന മാത്രയും ആ എന്ന മാത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ എന്ന മാത്രയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ ക എന്ന അക്ഷരം എടുത്തിട്ട് അതിന് ഈ എന്ന ചിഹ്നം കൊടുക്കുന്നു. വായിക്കുന്നത് എന്താണ്? കീ. മലയാളത്തിൽ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ കീ, കീ എന്നാണ് വായിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഏതൊരക്ഷരത്തിനാണോ ഈ ചിഹ്നം കൊടുക്കുന്നത്, പ എന്ന അക്ഷരം എടുക്കാം. പ എന്ന അക്ഷരത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എന്ന ചിഹ്നം കൊടുക്കുന്നു. എന്താണ് വായിക്കുന്നത്? പി. എന്താണ്? പി എന്നാണ് വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരക്ഷരത്തിനാണോ നമ്മൾ ഈ എന്ന ചിഹ്നം കൊടുക്കുന്നത് ആ അക്ഷരത്തിനോട് കൂടി ഈ എന്ന് ചേർത്ത് പറയുക. ഓക്കെ, പ എന്ന അക്ഷരത്തിനോട് ഈ ചേർത്തപ്പോൾ പി, ക എന്ന അക്ഷരത്തിനോട് ഈ ചിഹ്നം ചേർത്തു കീ. ഇനി നമുക്ക് വായനയിലേക്ക് വരാം. സീത. അക്ഷരങ്ങൾ ഓരോന്നോരോന്നായിട്ട് വായിക്കാം. സ, സാക്കി ഈ എന്ന ചിഹ്നം കണ്ടോ എല്ലാവരും? സാന്റെ അടുത്ത് തന്നെ ഈ എന്ന ചിഹ്നം. സീത, സീത, സീത. ദീപക്, ദീപക്. സീത, ദീപക്. ജല, ജല. സീത, ദീപക്, ജല. സീത, ദീപക്, ജല. അബ്, അബ്. ഗീത, ഗീത. ക, പാഠ്, പാഠ്. കർ. അബ്, ഗീത, ക, പാഠ്, കർ. നമ്മൾ ഈ എന്ന ചിഹ്നമാണ് മൂന്നാമത് ഇപ്പോൾ പഠിക്കുന്നത്. ആ എന്ന ചിഹ്നം അതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, പാഠ്. അടുത്ത ലൈൻ നോക്കാം. ഗീ ഇൽ. ല എന്നത് ഇൽ എന്നാണ് ഉച്ചരിക്കാന്ന് പറഞ്ഞല്ലോ. ഗീൽ. ബദാശ, ബദാശ. ഇത് ഷാ എന്നുണ്ട് കേട്ടോ, അവിടെ ദീർഘമുണ്ട്. ഷാ, ബദാശ. വ, ബ, റ, ഫി, ബർഫി. ല, ആലസി, ആലസി. മത്ത്, മത്ത്. ബൻ, ബന, ബൻ. ആലസി, മത്ത്, ബൻ. ന എന്ന അക്ഷരം ഇൻ എന്നാണ് ഉച്ചരിക്കാന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയാത്തത്. ഓക്കെ, മീന, മീന. കീ, ദീദി, ദീദി. മീനാക്കി, ദീദി. ആയി, ആയി. വഹ്, വഹ്. കക്കടി, കക്കടി. പപീത, പപീത. വ, നാശപാതി, നാശപാതി. ലായി, ലായി. മീനാക്കി, ദീദി ആയി. വഹ്, കക്കടി, പപീത. വ, നാശപാതി, ലായി. ഓക്കെ, അടുത്ത നോക്കാം. ദീപാവലി, ദീപാവലി. പർ. മീര, മീര. കി, ദീദി, ദീദി. മീന, മീന. ആയി, ആയി. ഈ ലൈൻ ഒന്നിച്ച് വായിക്കാം. ദീപാവലി पर मीरा की दीदी मीना आई.
मीना मीना, दीदी दीदी, पीली पीली, साड़ी साड़ी, पहना पहन, कर आई आई। मीना दीदी पीली साड़ी पहन कर आई। वह वह, दीपावली दीपावली पर, एक एक, बढ़िया बढ़िया, दीवार दीवार, गढ़ी गढ़ी, लाई लाई। ओके, वह दीपावली पर एक बढ़िया दीवार गढ़ी लाई। एक बढ़िया दीवार गढ़ी लाई। हमारी हमारी, नानी नानी, भी आई आई। हमारी नानी भी आई। वह वह, काली काली, साड़ी साड़ी, पहन कर आई आई। ഒന്നുകൂടെ നോക്കാം. वह काली साड़ी पहनकर आई। नानी नानी, नाशपाती, लीची, पपीता, गिल, वा, रबड़ी लाई। नानी नानी, नाशपाती नाशपाती, लीची लीची, पपीता पपीता, गीला गील, वा, रबड़ी रबड़ी, लाई लाई। टीना टीना, दीपक दीपक, झलाकर झलाकर, छत छत पर, रग रग। टीना दीपक झलाकर छत पर, रग। माथा माधा, जी माधा जी, रबड़ी रबड़ी, बर्फी बर्फी, गील, मिठाई मिठाई, लाई लाई। माधाजी, रबड़ी, बर्फी, गील, मिठाई लाई। रात रात, बर, बराबर, रात बर। आतिशबाजी, आतिशबाजी आतिशबाजी, आतिशबाजी, चलाई चलाई। मीना मीना, चीना चीना, गाकर गाकर, नाची नाची। मीना चीना गाकर नाची। मीना चीना गाकर नाची। ईसा इस, तरह तरह, दीपावली दीपावली, बीत गई बीत गई, बीत गई। मीना चीना गाकर नाची। इस तरह दीपावली बीत गई। दीदी
ദി ദീദി. വ നാനി നാനി. ജി ബി ഗർ. വാപിസ വാപിസ്. ചാലി ഗഇ. ലാസ്റ്റ് ലൈൻ ഒന്നും കൂടെ നോക്കാം. ദീദി വ നാനി ജോ ബി ഗർ. ദീദി വ നാനി ജി. ദീദി വ നാനി ജി. ജി ബഹുമാന സൂചകമായിട്ട് പറയുന്നതാണ് കേട്ടോ. ബഹുമാനത്തോടെയാണ് ജി എന്ന് പറയാം, ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട്. നാനി ജി, മുത്തശ്ശിയാണ് അവിടെ പറഞ്ഞത്. ദീദി വ നാനി ജി ബി. ബി പറഞ്ഞാൽ കൂടി എന്നുള്ള അർത്ഥം. നാനി ജി ബി, മുത്തശ്ശിയും കൂടി. ദീദി വ നാനി ജി ബി ഗർ വാപിസ് ചലി ഗയി. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് ഈ എന്ന ചിഹ്നം വെച്ചിട്ടുള്ള വായനയ്ക്കുള്ള പാരഗ്രാഫ്. നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഈ എന്ന ചിഹ്നമാണ്. ഓക്കെ, ഈ എന്ന ചിഹ്നമാണ്. എങ്കിലും നിങ്ങളിത് വായിക്കുന്ന സമയത്ത് ഏകദേശം എല്ലാ ചിഹ്നങ്ങളും ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും. ഈ എന്ന ചിഹ്നവും അതുകൂടാതെ ഇടയ്ക്കൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ആ എന്ന ചിഹ്നം അല്ലേ, ഇടയ്ക്കൊക്കെ ആ എന്ന ചിഹ്നം വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ എന്താണ്? ഈ എന്ന ചിഹ്നം തന്നെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് വായിക്കുക, ആ ചിഹ്നങ്ങൾ വെച്ച് വായിക്കുക. അങ്ങനെ കുറച്ചധികം ഒരേ ചിഹ്നം വെച്ച് തന്നെ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മറക്കാതെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക.